ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. വഅൻ നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു ഖാല സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ബിർരി വൽ ഇസ്മി ഫഖാല അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി വൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക വകരിഹത അൻ യത്തലിഅ അലൈഹി അന്നാസ്. റവാഹു മുസ്ലിം. നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരു തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, നന്മ എന്നാൽ എന്താണ്, പാപം എന്നാൽ എന്താണ്? നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് രണ്ട് കാര്യങ്ങൾ ചോദിച്ചു. ഒന്ന്, എന്താണ് ബിർ, എന്താണ് നന്മ? രണ്ടാമത്തേത്, എന്താണ് പാപം, തെറ്റെന്താണ്? രണ്ടിൻ്റെ വ്യാഖ്യാനം എന്താണ് പ്രവാചകരെ എന്ന് ഞാൻ നബി തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി, നന്മ എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവമാകുന്നു, നല്ല സ്വഭാവത്തിനാണ് നന്മ എന്ന് പറയുന്നത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. രണ്ടാമതായി അവിടെ നിന്ന് പറഞ്ഞു, പാപം, തെറ്റ്, കുറ്റം എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ അത് ചെയ്യുന്ന സമയത്ത് മാനസികമായ ഒരു കുത്തനുഭവപ്പെടുന്നതാണ് തെറ്റ്. തെറ്റെന്താണെന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, ആരോടെങ്കിലും ഫത്വ ചോദിച്ചിട്ട് ചെയ്യാനല്ല തങ്ങൾ പറഞ്ഞത്, മറിച്ച് ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ നിൻ്റെ മനസ്സിനൊരു വിഷമവും പ്രയാസവും ഒരു മനസ്സാക്ഷിക്കുത്തും അനുഭവപ്പെടുമോ അതെല്ലാം തെറ്റാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. പോരാത്തതിന് തങ്ങൾ മറ്റൊരു വിശദീകരണം കൂടി നൽകി, ജനങ്ങൾ കാണരുത് എന്ന് നീ ആഗ്രഹിക്കുന്നതാണ് പാപം. ജനങ്ങൾ എന്ത് കാണുന്നതാണ് നീ ഇഷ്ടപ്പെടാത്തത്, അത് പാപമാണ്, അതെല്ലാം തെറ്റാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ട് പ്രധാനപ്പെട്ട വ്യാഖ്യാനം. ഒന്നാമത്തേത് നബി തങ്ങൾ പറഞ്ഞത് ഗുണം അഥവാ നന്മ എന്ന് പറഞ്ഞാൽ അത് സൽ സ്വഭാവമാണ്. ജനങ്ങളോട് ഇടപഴകുന്ന സമയത്ത് നമ്മൾ അവരോട് കാണിക്കുന്ന നിലപാടിനാണ് സൽ സ്വഭാവം എന്ന് പറയുന്നതെന്ന് റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം. റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ, 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങയോട് അക്രമം ചെയ്തവർക്ക് അങ്ങ് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങയോട് അക്രമം ചെയ്തവർക്ക് അങ്ങ് മാപ്പ് കൊടുക്കുക, സൽസ്വഭാവത്തിൻ്റെ 3-1 അപ്പോൾ. രണ്ടാമത്തത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആരാണോ ബന്ധം മുറിക്കുന്നത് അവരോട് ബന്ധം ചേർക്കുക. അപ്പോൾ സൽസ്വഭാവത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായി. മൂന്നാമത് തങ്ങൾ പറഞ്ഞു, നിന്നോട് തിന്മ ചെയ്യുന്നവരോട് നീ നന്മ ചെയ്യുക. വഹസിൻ ഇലാ മൻ അസാ ഇലൈക, ആരാണോ നിനക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇടപെടുന്നത് അവരോട് നീ എന്ത് ചെയ്യുക, അങ്ങോട്ട് നല്ല നിലയിൽ ഇടപെടുക. അതിനാണ് സൽസ്വഭാവം എന്ന് പറയും. 3 കാര്യങ്ങളാണ് സൽസ്വഭാവമെന്ന് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി തങ്ങളുടെ സമക്ഷത്തിൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തു എന്ന് ഹദീസിൽ കാണാം ഈ 3 കാര്യങ്ങളെക്കുറിച്ച്. ഒന്നാമത്തത്, ബന്ധം മുറിക്കുന്നവരോട് ബന്ധം ചേർക്കുക. പിന്നെ ആക്രമിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കുക. 3, നിന്നോട് തിന്മ ചെയ്യുന്നവർക്ക് നീ എന്ത് ചെയ്യുക, ചീത്ത വിളിക്കുന്നവന് ചായ മേടിച്ചു കൊടുക്കാനായി പറയുന്നത്. ചീത്ത വിളിക്കുന്നവന് ചായ മേടിച്ചു കൊടുക്കുക, പൊറോട്ടയും ചായയും. അപ്പോൾ എന്താ സംഭവം എന്നാൽ, ഉപകാരം ചെയ്യുന്ന മനുഷ്യനോട് ഉപകാരം ചെയ്യപ്പെടുന്നവന് വിധേയത്വം ഉണ്ടാകും. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്താൽ എന്നെ കാണുമ്പോൾ അവനൊരു വിധേയത്വം വരും. അതുകൊണ്ട് റസൂൽ തങ്ങൾ പറഞ്ഞു, നിന്നോട് ആരെങ്കിലും ദുസ്വഭാവം കാണിച്ചാൽ അവനോട് നീ എന്ത് ചെയ്യുക, അങ്ങോട്ട് നല്ല രീതിയിൽ കാണിക്കുക. കുറച്ച് കഴിയുമ്പോൾ അവന് ദുസ്വഭാവം എന്ത് ചെയ്യും, സ്വയമേവ മാറിപ്പോകും എന്നുള്ളതാണ്. അവന് നാണമാവും, ലജ്ജ വരും. ഞാൻ ഈ പുള്ളിനെ എത്ര ചീത്ത വിളിച്ചിട്ട് എനിക്ക് ചായ മേടിച്ചു തരുവാണല്ലോ, എന്തായാലും ഇനി വിളിക്കൂല എന്നൊരു തീരുമാനം എടുക്കാൻ അത് കാരണമാകുമെന്ന് ഇതിൻ്റെ വിശദീകരണത്തിൽ ഇമാം നബവീനെ പോലുള്ളവരൊക്കെ പറയുന്നുണ്ട്. അതാണ് ആ കാരണമെന്ന്. ശരിക്കും അത് തന്നെയാണ്. ഇപ്പോൾ സ്വഭാവം നല്ലത് ആകുക എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ബന്ധം മുറിച്ചവരെ കണ്ടുപിടിച്ച് ബന്ധം ചേർക്കുക, ആക്രമിക്കുന്നവരെ കണ്ടുപിടിച്ച് മാപ്പ് കൊടുക്കുക, ഇങ്ങോട്ട് മോശം ചെയ്യുന്നവരോട് നല്ലത് ചെയ്യുക. രണ്ടാമത്തെ റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്, തെറ്റ് കണ്ടുപിടിക്കാൻ ഒരു മുഫ്തീനെയും കാണണ്ട, ഒരു ഖാദിനെയും കാണണ്ട, ഒരു ഇമാമിനെയും കാണണ്ട. 2 കാര്യം നോക്കിയാൽ മതി. ഏത് ചെയ്യുമ്പോൾ നീ ജനങ്ങൾ കാണരുതെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ്. ആരും കാണാതെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ തെറ്റ്. 2, ചെയ്യുമ്പോൾ ഒരു മുഅ്മിനിൻ്റെ മനസ്സാക്ഷി പറയും, എടാ ഇത് വേണോ, ഒരു ചോദ്യം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും. അതാണ് ഏറ്റവും വലിയ മുഫ്തി. അതിനൊക്കെ വലിയ മുഫ്തി ലോകത്തില്ല എന്ന് റസൂൽ. ഒരിക്കലും നബി തങ്ങൾ സഹാബാക്കളോട് സംസാരിച്ചപ്പോൾ, ഇസ്തഫ്തി കൽബക്ക, നീ നിൻ്റെ സ്വന്തം ഹൃദയത്തോട് എന്ത് ചെയ്യ്,
ഫത്വ ചോദിക്കുക എന്ന് പറഞ്ഞു. എന്ത് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഏത് ജനങ്ങളെല്ലാം നിനക്ക് ഫത്വ തന്നാലും നിന്റെ മനസ്സ് ഫത്വ തരുന്നത് വരെയും അത് നന്മയാകൂല എന്നാണ് അതിനർത്ഥം. വലിയൊരു കാര്യമാണ് ആ പറയുന്നത്. ഈ രണ്ട് ഉസൂലുകളെ സംബന്ധിച്ച്, ഈ രണ്ട് പ്രധാനപ്പെട്ട മറുപടികളെ സംബന്ധിച്ച് വലിയ വലിയ മഹാന്മാരായ ചിന്തകന്മാർ പറഞ്ഞിട്ടുണ്ട്. നന്മയും തിന്മയും വിശദീകരിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു വ്യാഖ്യാനം ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. ശരിയല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹിയുടെ വചനങ്ങളുടെ സമ്പൂർണ്ണത അതാണല്ലോ, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടാകും. അല്ലാഹു തആല നന്മയും തിന്മയും മനസ്സിലാക്കി ജീവിക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.